ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ക്ലീനപ്പ് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലീനപ്പിലൂടെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടാൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് സ്കിന്ന് നന്നായിട്ട് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഈ ഒരു ക്ലീനപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ പച്ചീർക്കിളി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായിട്ട് വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ക്ലീനപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്ലെൻസർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് തൈരാണ്. അപ്പോൾ തൈര് നിങ്ങളുടെ ഫേസിന് യോജിച്ചതാണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പാൽ ഉപയോഗിക്കാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ തേനോ അങ്ങനെ നിങ്ങളുടെ ഫേസിന് എന്താണോ യോജിക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ആണെങ്കിൽ തൈര് മാത്രം എടുത്താൽ മതി. അതും നല്ലൊരു ക്ലെൻസറാണ്. ആദ്യം തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മുഖം കഴുകി വൃത്തിയാക്കിയെടുക്കാം. എന്നിട്ട് വേണം ഈ ഒരു ക്ലെൻസർ നമ്മുടെ മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് പോവാത്തതായിട്ടുള്ള എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കഴുകിയിട്ട് വൃത്തിയാക്കാവുന്നതാണ്. തൈര് നല്ലൊരു ക്ലെൻസറാണ്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. കസ്തൂരി മഞ്ഞളായാലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കുറയ്ക്കാൻ, നല്ല ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മുഖക്കുരു വരുന്നതൊക്കെ തടയാനൊക്കെ ആയിട്ട് സഹായിക്കും. നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നമുക്കൊന്നെങ്കിൽ തുടച്ച് കളയാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റീമിങ്, അതായത് ആവി പിടിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് പിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും പിടിക്കാവുന്നതാണ്. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നല്ല കട്ടിയുള്ള തുണിയൊന്ന് മുക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ തോർത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ഇട്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു വെള്ളം. നമ്മുടെ മുഖത്ത് ഇടാൻ പറ്റിയ ഒരു പാകത്തിന് മാത്രം വെള്ളം ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒന്ന് ചൂടാറിയപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകമായപ്പോൾ ഞാനതെടുത്തിട്ട് ഫേസിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവി നന്നായിട്ട് നമ്മുടെ മുഖത്തേക്ക് കയറുമ്പോൾ ഈ ഓപ്പൺ പോഴ്സൊക്കെ നന്നായിട്ട് തുറക്കാനും പിന്നീട് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങാനായിട്ട് സഹായിക്കും. ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ഓപ്പൺ പോഴ്സൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും നമുക്ക് എടുക്കാനായിട്ടും, അതേപോലെ തന്നെ ഈ പോഴ്സൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടവലിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെ മുക്കിയിട്ട് 1-2 തവണ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്റ്റീമിങ് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ്. അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം നാരങ്ങ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നാരങ്ങ നീര് നിങ്ങൾക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അലോവേരയുടെ ജെല്ല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ കഴുത്തിലും ഒന്ന് മസാജ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള സ്ഥലങ്ങളിൽ ചെയ്ത് കൊടുക്കുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും. നന്നായിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഈ ഒരു സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആവി പിടിച്ചത് കൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. വളരെ പതുക്കെ വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ വല്ല പൊട്ടലോ അല്ലെങ്കിൽ റാഷസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിതിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ വേണ്ട ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻസൊക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുഖക്കുരുവൊക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ ഈ സ്റ്റെപ്പും പിന്നെ അടുത്ത സ്റ്റെപ്പും നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്.
ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇനി എന്തെങ്കിലും ചെളിയോ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ. അതിനായിട്ട് എങ്ങനെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് റിമൂവർ ടൂൾ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഒരു ഓലമടലിൽ നിന്ന് ഇതുപോലെ ഒരെണ്ണം മാത്രം ചീന്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ പച്ച കളറുള്ള ഇല പോലത്തത് ഒന്ന് കളയുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ പിടിച്ചിട്ട് ഒന്ന് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ 2 സെക്ഷനായിട്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം മാത്രം മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു ഈർക്കിളി വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അതേപോലെ തന്നെ ഓപ്പൺ പോൾസ് ഒക്കെ ധാരാളമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആക്കലിൽ നിന്ന് കുറേ ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ആഴത്തിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ പോയിന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മൂക്കിൻ്റെ സൈഡിൽ അതേപോലെ തന്നെ താടിയുടെ അടിയിൽ ആ സൈഡിലൊക്കെയുള്ള കൂടുതലായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കാണാറ്. അപ്പോൾ അവിടെയായിട്ട് നല്ല പോലെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അധികമൊന്നുമില്ല, എന്നാൽ ചെറുതായിട്ട് ഉള്ള നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ആയാലും വൈറ്റ് ഹെഡ്സ് ആയാലും അഴുക്കായാലും ഒക്കെ നമുക്ക് ഈ ഒരു ഈർക്കിളിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിലൂടെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നന്നായിട്ട് പോയി. അതേപോലെ തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നന്നായിട്ട് മാറാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇനി 5ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 5ാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നുള്ളത്. അതിനായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ പൊടി ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഫ്രഷ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ലും 1/2 ടീസ്പൂണോളം നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിനുള്ള റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ മുഴുവനായിട്ട് റോസ് വാട്ടർ ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക്. അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണിത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും നമ്മുടെ ചെവിയിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സാധനം അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇതിൽ ചേർത്തുള്ള ഗോതമ്പ് പൊടി നമ്മുടെ ഫേസിൽ നിന്ന് കരിവാളിപ്പ് മാറാൻ, സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു നല്ല ബ്രൈറ്റനിങ് തരാനായിട്ട് സഹായിക്കും. ഇനി ബീട്രൂട്ട് ആയാലും അതെ നമ്മുടെ ഫേസിൽ നിന്ന് പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട്, ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കും. നാരങ്ങ നീരായാലും നമ്മുടെ ഓപ്പൺ പോർസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് തരാനായിട്ട് സഹായിക്കും. ഇനി റോസ് വാട്ടറും അതേപോലെ തന്നെ അലോവേര ജെല്ലായാലും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് നമ്മുടെ മുഖത്തിന് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. എല്ലാ സ്ഥലത്തും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെക്കാം കേട്ടോ. ഏതൊരു പാക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും അതേപോലെ തന്നെ ചെവിയിലും തേക്കാനായിട്ട് മറക്കരുത്. 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാവുന്നതാണ്. അപ്പം ഞാൻ ആ ഒരു തോർത്ത് ഉപയോഗിച്ചിട്ട് തന്നെ തുടച്ച് നീക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടും നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അത്. മാസത്തിൽ 1 തവണ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലീനപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷനോ ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം വേണമെങ്കിലും ചെയ്യാം. നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും സ്കിന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാനിത് മുഴുവനായിട്ട് ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ബ്രൈറ്റനിങ് തരാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ടാൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട്, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കാൻ പറ്റുന്നൊരു കിഡിലായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലീനപ്പിലൂടെ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. ഈ ഒരു ക്ലീനപ്പ് നമുക്ക് മാസത്തിൽ 1 തവണ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ 2 തവണ വെച്ച് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ളൊരു ക്ലീനപ്പും അതേപോലെ തന്നെ ഒരു ഫേസ് പാക്കാണ് കേട്ടത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഈ ഒരു ക്ലീനപ്പ് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെ ഏറ്റവും കമൻറ്റും കൂടി ചെയ്യുക.